നീ പോസ്റ്റ് ചെയ്തതിന് ശേഷം വേണം എനിക്ക് നിനക്കെതിരെയുള്ള കേസ് കൊടുക്കാം. മനസ്സിലായോ? ഞാൻ കോടതി വെച്ച് കണ്ടോളാം. അതിന്റെ അയാളുടെ വീഡിയോ എടുക്കുമ്പോൾ അയാളുടെ പെർമിഷൻ, അത് അവരുടെ പ്രൈവസിയാണ്. ആകെപ്പാട് 30 സബ്സ്ക്രൈബറേ ഉള്ളൂ. അത് 24 പേര് നമ്മളിവിടെ ഉള്ളവരാണ്. പിന്നെ അവളെ അനിയത്തി, അമ്മ, അച്ഛൻ, പിന്നെ നമ്മുടെ സ്റ്റേഷനിൽ 45 പേരുണ്ട്. അവര് ഫുള്ളായിട്ട് പോലും എനിക്ക് 10-55 സ്റ്റാർട്ടിംഗ് തന്നെ സ്കിപ്പ് ചെയ്താണ് പോണത്. പിന്നെ വീഡിയോ കാണുന്നത്. ഭയങ്കര മോശമാണ് ഇന്നത്തെ വർക്ക്. അതെനിക്ക് എവിടെ ആണെങ്കിലും എനിക്കിന്ന് പറയാൻ പറ്റും. ഗോപിക ഇന്ന് ഒരു വർക്ക്, ഒരു ഗ്രാനുവൽ പോലും ഗോപിക്ക് ഇന്ന് പറക്കിയിട്ടില്ല. എന്തെങ്കിലും ചെയ്യും. ഇല്ലാത്ത സാധനം എങ്ങനെ കൊണ്ടുവരും? കഴിവ് ഉള്ളിലുണ്ട്, തെകിട്ട് തെകിട്ട് പുറത്തോട്ട്. കണ്ണൻചേട്ടന്റെ 16ാമത്തെ അടിയന്തരമാണ്. ഗൈസ്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഇതാണ് ജാതു. രാവിലെ വായും തുറന്ന് നിൽക്കുകയാണ്. ഗൈസ്, കണ്ണൻ കാണാൻ പറ്റാതെ. ആ, കാണാം 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 കാണാം. മുഖം കാണിക്ക്. രണ്ടും ഒരേപോലെ എന്നാ. മാമ മറ്റേ ശബ്ദം ഉണ്ടാക്കിയേ. ആ, യാദു യാദു ഞാൻ രാവിലെ വിളിച്ചു. അഖിലേശ്വരോ വണ്ടി വേറെ അത്ര അവിടെ പോയി താമസിച്ചു പോയ മറ്റൊരു അല്ല എന്റെ ചെരുപ്പ് 5 വർഷമായി ചെരുപ്പാണ്. 5 വർഷം കറുകറായിരുന്നതാ. ഞാൻ സോപ്പ് പൊടിയിൽ മുക്കി. പ്രസാദ് കോവളം 16 16ാമത്തെ
അടിയന്തരമാണ് വെഡിങ് ആനിവേഴ്സറി. അയ്യോ, മൂന്നാമത്തെ. അത് കെട്ടിയിട്ട് 3 വർഷമായി. മൂന്നാമത്തെ. അല്ല കെട്ടിയിട്ട് 3 14-ാം വർഷം. തീയതി 3-ാം വർഷം അല്ലേ? അത് വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ 3 അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കളിച്ചോ, കുഴപ്പമില്ല. ആര് പറഞ്ഞു? അടുത്ത ആരവ് എന്തെങ്കിലും ചെയ്യും. തെങ്ങിന്റെ ബാക്കിൽ എന്തോ ഇരിക്കുന്നു. അതാണ് ഇവിടുത്തെ വിഷയം. തേങ്ങ അത് തേങ്ങയാണ്. നമ്മളെ വീട്ടിലൊക്കെ മണ്ടയിലാണ് തേങ്ങ. അത് താഴെ വീണാ ബാക്കിൽ ഇരിക്കുമല്ലോ. എങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ മൂട് പോയി. എന്താ മൂട് എവിടെ പോയി? കയ്യില് സോക്സ് ഇതാണ് സൈറ്റ്. എന്റെ കുട്ടിയെ കിട്ടി. നീ എവിടെ പോണ്? ആരാ ഡ്രൈവർ? ഇല്ലാത്ത സാധനം എങ്ങനെ കൊണ്ടുവരും? കഴിവ് എന്റെ ഉള്ളിലുണ്ട്. തെകിട്ട് പുറത്തോട്ട് വരും. അവള് ബ്ലോഗാണ് എടുക്കുന്നത്. നിങ്ങൾ സെലിബ്രിറ്റി ആയി. നിങ്ങൾ പോലും അറിയാം. സംസാരിക്കില്ല. 2 മണ്ടത്തിൽ നമ്മളാ വൈറലാവും. മാന്യന്മാർക്ക് ജീവിക്കാൻ പാടില്ലാത്ത അവസ്ഥയായിരുന്നു. ഗ്രാൻഡ് ഫാദർ ഇതിനാകെപ്പാടെ 30 സബ്സ്ക്രൈബറേ ഉള്ളൂ. അത് 24 പേര് നമ്മളിവിടെ ഉള്ളവരാണ്. പിന്നെ അവളെ അനിയത്തി, അമ്മ, അച്ഛൻ, പിന്നെ നമ്മുടെ സ്റ്റേഷനിൽ 45 പേരുണ്ട്. അവര് ഫുള്ളായിട്ട് പോലും എങ്കിൽ 10-55 സ്റ്റാറ്റസ് തന്നെ സ്കിപ്പ് ചെയ്താണ് പോണത്. പിന്നെ വീഡിയോ കാണുന്നത്. ദൈവത്തോർത്ത് സാധനങ്ങൾ വൈകുന്നേരം തരണം എന്റെ കയ്യിൽ, ഇല്ലെങ്കിൽ അതിനെ മാറ്റി കൊടുക്കേണ്ടി വരും. എന്റെ തലേന്നൊരു മുടി പറിച്ചെടുത്തിട്ട് അച്ഛന്റെ ഒരു മുടിയും കൂടെ കൊണ്ടുവരാൻ, എന്നിട്ട് അവൻ DNA ടെസ്റ്റ് നടത്താൻ പോണം. ഇന്നലെ വെച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾ അത്രയും കണ്ടുകൂടെ? തല മാത്രമേ കാണാവൂ. എന്താ അത്? വിഭുചേട്ടൻ മരിച്ചു. അയ്യോ, ഇത് നടന്നിരിക്കുന്ന അതിന്റെ മൊത്തം റിവ്യൂ തന്നെ. അടിക്കുമോ? ഇതിന്റെ മുഖം കാണുന്നില്ല. എന്റെ പുതിയ വണ്ടി ഇറക്കി. എന്റെ അടുത്ത് ചോദിച്ചിട്ടാണോ, എന്റെ പെർമിഷൻ എടുത്തിട്ടാണോ എന്റെ വീഡിയോ എടുക്കുന്നത്? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ഞാൻ ചെയ്യാറില്ല. ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ആരോ പുതിയ വണ്ടി ഇറക്കി. ഒരു മിനിറ്റ് എണീടാ. വണ്ടി ബാറ്ററി ഡൗൺ ഉണ്ട്. വണ്ടി ഓഫായി. അവന് നാണോന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് ജാദു നമ്പർ 2. കളിക്കല്. അയ്യേ, നിനക്ക് തോന്നുന്നുണ്ടോടാ? ഗൈസ്, ഇതാണ് ജാദു.
ജാദുവിന്റെ പല്ല് കണ്ടോ നിങ്ങൾ? ചിരിച്ചേ, മറ്റേ ചിരിച്ചേ, ചിരിക്ക്, അടുത്തോട്ട് വരല്ലേ, ചിരിക്ക്. ഇതാണ് രാജേഷ് ഏട്ടൻ. എന്റെ സ്റ്റെയിൻ അല്ല, എന്റെ അരിപ്പ കോരി ആരോ അടിച്ചു മാറ്റി. അത് ചോദിക്കാൻ പോയിട്ട് പട്ടി ചന്തയ്ക്ക് പോയതുപോലെ വരുന്നുണ്ട്. അനു, കോരി കിട്ടിയില്ലേ? ആ മാമന്റെ അടുത്ത് ചോദിച്ചപ്പോഴുണ്ടല്ലോ, മാമൻ പറഞ്ഞ് എനിക്ക് വേറെ ഒന്നെടുത്ത് തന്നിട്ട് എടുത്തോളൂ. നീ ഇതും കൊണ്ട് പോയിരുന്നെങ്കിൽ കിട്ടുമായിരുന്നല്ലോ. എന്റേത് അടിച്ചു മാറ്റിയത് തന്നെ. എനിക്ക് പാവം തോന്നി തരാന്ന് പറഞ്ഞപ്പോ പിന്നെ എന്റെ കയ്യിൽ തന്നേനെ ഞാൻ തിരിച്ചു കൊടുത്തു. എങ്ങനെ ഇരിക്കണം? പാവം. ശരി. ഇവിടെ തണുപ്പത്ത് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. അവനീറ്റ് അത് എനിക്കാ തന്നെ, എന്നിട്ടാ നിനക്കൊണ്ട് തന്നത്. നേരെ കണ്ടുകൊണ്ട് ഇറങ്ങിയ കാലി ആര് 3:30 വെളുപ്പിന് 3:30 എന്റെ പെണ്ണുമ്പോൾ അവളെ കിടന്ന് സുഖം ഉറങ്ങാം. പേപ്പർ ഇടാൻ പോണ്ടേ? ചെരുപ്പ് വേണോ? അരിക്ക് അതാകുമ്പോ കുറച്ചുകൂടെ എളുപ്പമല്ലേ? ബ്രഷ് ഇട്ട് വരുമ്പോ പല്ലരക്കണ മതി. ചക്കരേ, ഗൈസ് അനുവിനെ മാത്രം ഒറ്റയ്ക്ക് വിട്ടു. ഒറ്റയ്ക്ക് പണിയെടുത്തിട്ടതാ വരുന്നു. പിണങ്ങി നിൽക്കുവാണ്. ഒറ്റയ്ക്കായോ? കരയുന്നോ? കരയണോ? കരഞ്ഞാ കൊള്ളാന്നുണ്ടോ? കര. ഒട്ടും വയ്യേ? എനിക്കോ? നിനക്ക്? എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഒട്ടും വയ്യ. ഗോപിക ഭയങ്കര മോശമാണ് ഇന്നത്തെ വാക്ക്. എവിടെ ആണെങ്കിലും എനിക്കിന്ന് പറയാൻ പറ്റും. ഗോപിക ഇന്ന് ഒരു ഗ്രാനുവൽ പോലും ഗോപിക ഇന്ന് പറക്കിയിട്ടില്ല. ഇത് മെർക്കില് അറിയിച്ച് മറ്റേ സാഹിബിനെ വിളിച്ചു വരുന്ന ഞാൻ കാണിച്ചു. തെളിവുണ്ടാ? തെളിവുണ്ട്. എവിടെ? നീ ഇന്ന് ഒരു മുത്ത് പോലും നീ പറക്കില്ല. നീ കണ്ടിട്ടുള്ള ചെക്കന്മാരെ വായി നോക്കുന്നതാണ്. ഇന്നത്തെ നിനക്ക് പറയാൻ പറ്റും. ഇല്ലടാ. ശ്രദ്ധിച്ച് നീ ഇന്ന് ഒരു തരി മുത്തെങ്കിലും നീ പറിക്കാൻ ഞാൻ നോക്കി. പക്ഷെ ഒരു തരി പോയിട്ട് ഒരു മണൽ പോലും നീ കണ്ടില്ല. ശരിയല്ലേ? അല്ല. പ്രണയത്തിന്റെ വിത്ത് നീ കണ്ടോ? ചിക്കൻ കറിക്ക് മോചനം. ഫിഷ് ഫ്രൈ. ഫിഷ് ഫ്രൈ. ഇത് മറ്റേ ഫിഷ് ഫ്രൈ വിൽക്കുന്ന അമ്മച്ചിയാണോ? മീൻകാരിയാണോ? ഓ, ആ, ഓക്കെ. തൈരുണ്ട്. വേറൊരാൾ വന്നിരിക്കുന്നത് പിടിച്ചോ. നാളെ പത്രത്തിൽ മൊത്തം പത്രത്തിൽ പത്രത്തിൽ ലോഡ് ചെയ്യാത്ത ലോഡിങ്. ബാത്റൂം തുറന്നില്ല എങ്കിൽ ഗൈസ് ബാത്റൂം തുറന്നു കിടക്കും. ഇതാണ് നമ്മുടെ ഉദയസമുദ്രയുടെ ബാത്റൂം. കണ്ടോ? നിക്കുന്ന കണ്ടോ? എന്ത് കളിയാ കളിക്കുന്നേ? അയ്യോ, ഇവന് എവിടെ പോയി? എന്റെ അടുത്ത് വന്നിരുന്നു. മക്കളെ, ഇവ പിണങ്ങി ആരോ കൊണ്ടുപോയില്ലേ? ചക്കരേ, പിണങ്ങി കിടക്കുകയാണ് ഇന്ന് മൊത്തത്തില്.
കേട്ടോ ഞാൻ മറ്റേ കാര്യം പറയും. എന്ത് പറയട്ടാ വീഡിയോ എന്ത് കാര്യം പറയട്ടാ. എന്ത് കാര്യം? പ്രിയ സുഹൃത്തുക്കളെ, ഈ കാണുന്ന ഇവൾ നമ്മൾ കാണുന്ന ഇവളല്ല. ഈ പോസ്റ്റ് ചെയ്തതിന് ശേഷം വേണം എനിക്ക് നിനക്കെതിരെയുള്ള കേസ് കൊടുക്കാം. മനസ്സിലായോ? ഞാൻ കോടതി വെച്ച് കണ്ടോളാം. അതിന്റെ ഇതാണ് നമുക്ക് വേണ്ടത്. ഇതാണ് ഒരാളുടെ വീഡിയോ എടുക്കുമ്പോൾ അയാളുടെ പ്രൊഫഷൻ, അത് അവരുടെ പ്രൈവസിയാണ്. ഇവിടെ ജോലി ചെയ്യാൻ വന്ന് സൂപ്പർവൈസർ ബഹുമാനം പോലും ഇല്ലാതെ ഞാൻ ഇവിടെ കിടന്ന് അലക്കുന്നു. ഇവിടെ കാണിക്കുന്നുണ്ട് എന്താണ് സ്പേസ് എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാരും ചൊവ്വയിൽ നിന്നാണ് പറയുന്നത്. വ്യാഴത്തുനിന്ന് വന്ന ഏരിയനാണ്. ഇടിക്കുവോ? ഇനി അവിടെ ക്യാപ്പൊന്ന് ഫോക്കസ് ചെയ്യും. ഇടിക്കോ? ആ ചിരിയിൽ തന്നെ ഉണ്ട്. പക്ഷെ അവളുടെ ചിരി വന്നാലേ ഹൈലൈറ്റ് ആ ചിരിയിൽ നിന്നാണ്. ഇതാണ് ആ ചിരിയിൽ നിന്നാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഇദ്ദേഹം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്ന ആ ചിരിയാണ്. അതാറേ അതേ അമ്പലം. ഇങ്ങനെ ജോലി ചെയ്ത് പാറക്കല്ലിൽ ഇറക്കി അവിടെ ഗുഹയിൽ താമസിക്കുന്ന ഒരു ആളുണ്ടായിരുന്നല്ലോ. മറ്റേ ഗുഹയിൽ താമസിക്കുന്ന ശങ്കരാചാര്യ. ഈ മാടനും മറുപടിയൊക്കെയാണ് കുഴിക്കാത്ത താമസിക്കുന്നത്. ശങ്കരാചാര്യ മതി. ഒരു മീൻ വെച്ചേര് പ്ലീസ്. ഉണ്ട് താങ്ക് യു. നീ നല്ലൊരു തിരക്കഥ കൊടുത്താ കഥ എടുത്തോ? വൺ മോർ സ്പൂൺ. താങ്ക് യു. സന്ധ്യ അച്ചാർ തയ്യല്ലോ കേട്ടോ. ഇതെന്താണ്? വൺ മോർ. എന്റെ പാത്രത്തിൽ നോക്കുന്ന എന്തിനാ? അന്യന്റെ മുതൽ ആഗ്രഹിക്കുന്നത്. അടുത്ത ആള് ചിഞ്ചുവിന്റെ ചിഞ്ചു കഴിക്കാൻ മീനുണ്ടേ. നിനക്ക് നീ വേണ്ടെന്നാണ് പറഞ്ഞ വേണ്ടെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കാറ്ററിംഗ് അച്ചാറും തൈരൊക്കെയാണ് കൂടുതൽ. കുറച്ചും കൂടി. സാമ്പാർ എനിക്ക് ഇഷ്ടമല്ല. ഗ്യാസിന്റെ അസുഖമുണ്ടല്ലോ. രണ്ടെണ്ണം പോക്കറ്റിലും കാണും പൊരിച്ച മീന്. അതിന്റെ അടുത്ത് വന്നിട്ട് പറയില്ലേ, കിളി നീ കുപ്പി പിടി, വേഗം നടന്നു പോവാ. കുപ്പി പിടിക്കാൻ കൈയില്ല. നോക്കിയപ്പോ പ്ലേറ്റ് ഒരു കയ്യില്, 2 പൊരിച്ച മീന് കയ്യില്. അടുത്ത് ഇനി ആരാ? ചത്ത മീന, പെടക്കണ മീന. എത്ര പൊരിച്ച മീന്? 3 ഒന്ന് ജോണേട്ടന്റെ, ഒന്ന് ചിഞ്ചുവിന്റെ, ഒന്ന് എന്റെ. ഇതാര് തിന്നും? ഒന്ന് ജോണേട്ടനും, ജോണേട്ടൻ വന്നില്ലെങ്കിൽ ഞാൻ തിന്നും. ഒന്ന് എന്റെ, ഞാൻ തിന്നും. പിന്നെ ഇത് കിളിക്ക് കൊടുക്കാൻ പറഞ്ഞ ശേഷം കൊടുക്കൂലേ, ഞാൻ തിന്നും. 3 തിന്നും. അനാഥമായി 2 വസ്തുക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. നിന്നെ കാളയെന്ന് വിളിച്ചില്ല, നീന്റെ വേറെ കാളാഞ്ചി. നീ എത്ര ഒച്ച വെച്ചാലും കേൾക്കത്തില്ല. ഞാൻ തുറന്നോളാം.
തീക്കണ്ട മതി ഇളുത്ത് വിടാൻ പവർന്ന് പറഞ്ഞു എന്തോ കലക്കി കൊല്ലാനാണ്. ഓക്കെ സർ. ഒറ്റയ്ക്ക് പോയി വാങ്ങിച്ചു. അവര് പണി ചെയ്യുന്ന പിള്ളേരാണ്, പതുക്കെ വരുവുള്ളൂ. അഭിപ്രായം പറയാനില്ലേ ഇതില്? പറയാനുണ്ട്. ചന്ദ്രമാമനാണെങ്കിൽ ഈ ചന്ദ്രമാമനാണെങ്കിൽ ഉണ്ടല്ലോ, ഈ ചന്ദ്രമാമൻ ഉണ്ടല്ലോ, ചന്ദ്രമാമൻ എല്ലാവർക്കും നാളെ വരണം. നാളെ അറിയാം. ബിചേട്ടാ സീരിയസ് വേടാ. ആ മുഖം കിട്ടുന്നില്ല. അണഞ്ഞില്ലേ? അണഞ്ഞു നിൽക്കാനോ? അവന് നന്നായിട്ട് കാണിക്കില്ലായിരുന്നു പരാതി. നിന്റെ ക്ലോസ്, നിന്റെ ക്ലോസ്. ചേട്ടാ സീരിയസ്. അയ്യോ ഓടി കണി ഓടി. കാലില് കല്ലെറിഞ്ഞ് കാലിൽ കൂടെ വെള്ളം വന്നിരിക്കുകയാണ്. കാലിൽ കൂടെ വെള്ളം വന്ന് കിട്ടിയാ എവിടെ ശകലൊന്നും. ആ അതെവിടെ പൈസ ഉണ്ട് അഖിലേഷേ. ഞാൻ തരില്ല, ഞാൻ തരില്ല. ഇതാണ് ഗൈസ് നമ്മള് സ്ഥിരം ജ്യൂസ് കുടിക്കാൻ വന്ന കട. മാമനെ കണ്ടുകൂടാ, അവിടെ നിന്ന് വെയിലടിക്കുന്നു. എന്നാ ഗൈസ് ആരവിന്റെ നരച്ച മുടി ഗൈസ്. ആരവിന് നല്ല പ്രായമുണ്ട് ഗൈസ്, നിങ്ങൾ കാണണമല്ലോ ഗൈസ്. ഓയോ ക്യാപ്പ് ഒന്ന് പൊക്കെയാണ്. അയ്യേ 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 എന്റെ മുടി ഒരെണ്ണം കുഴിയെടുത്ത് അച്ഛന്റെ മുടി കൊണ്ടുവരാൻ. എന്റെ അച്ഛന്റെ മുടി കിട്ടിയ അച്ഛന്റെ മുടി മുടി എടുക്കണേ. അച്ഛൻ കിടന്നുറങ്ങുമ്പോ തലേന്ന് വലിച്ചു മിനിങ്ങാന്ന് ഫോട്ടോ എടുക്കാൻ നേരത്ത് എന്നെ അച്ഛൻ അടുത്ത് നമ്മൾ രണ്ടിന്റെ തോളില് കൈയിട്ടപ്പോഴേ ഞാൻ വിറച്ചാണ് ഫോട്ടോ എടുത്തത്. കണ്ണുനീരല്ല സന്തോഷം പറയില്ല. കന്നഡ ഭയങ്കര ടെൻഷനായിരുന്നു, ഭയങ്കര ഹാപ്പി. കണ്ണൻ ചേട്ടൻ വന്ന ഗൈസ്. സൂരജ് ഹായ് പറ, ഹായ് പറ, ഹായ് പറ. അഖിലേച്ചി ഹായ്. ആരവിന് എന്തോ സങ്കടം ഗൈസ്. അഞ്ചു എന്നെ വിളിക്കും. ദൂരെയാ ഇതിനൊക്കെ എന്ത് ചെയ്താൽ കൊള്ളാം ഗൈസ്. അനുസരിച്ച് കാലാരും എറിഞ്ഞ് ഒടിച്ച് ഗൈസ് കയ്യിലിരിപ്പുണ്ട്. ഞാൻ ഡയറ്റാണ്. ആരൊരു വിഷമവും അവൻ അങ്ങനെ കൊല്ലാന്ന് നന്ദൂൻ അങ്ങനെയുണ്ട്.
എടാ ഉപ്പാണല്ലോ എന്തോട് എങ്ങനെ സെൻസർ പൊട്ടിയിരിക്കണം അറിഞ്ഞൂടാ പറഞ്ഞത് ഇവിടുന്ന് അങ്ങോട്ട് ഒന്നുകൂടാ. ആ ഇഷ്ടമെങ്കിൽ ഓക്സിജൻ അതെ അതെ അതെ, ഇവനെ കൊണ്ടുപോയി മുക്കി ഇട്ടാ മതിയല്ലേ, ഓക്സിജന്റെ കംപ്ലൈന്റ് ആവുമ്പോ. ഇവ ഇത് തുപ്പണതാണോ പറപ്പിക്കണാണോ? ഓ ഓ അങ്ങോട്ട് ബട്ടർ കൊണ്ട് എടുത്തു ലേസ് എടുത്തു തരൂ. എന്നാ പറഞ്ഞ പിന്നെ കൊണ്ട് കഴിപ്പിക്കണം. ഡയറ്റ് ആണെന്ന് പറഞ്ഞോളാം. ഇന്ന് ലേസ് കുത്തിക്കയറ്റുന്നു. ഇതാ ഒരു ലേസ് മയോണൈസ് നോക്കി കഴിക്കും. ഇവിടെ ഉടനെ ഒരു ഫുഡ് പോയ്സൺ വരും ഗൈസ്. കുഴപ്പമില്ലല്ലോ ഒന്നിനും. കിളി ഒരു കുടി ഒരു കടി, ഒരു കുടി ഒരു കടി. മധുരമില്ല. അതെന്ത് മധുരം കാണില്ല. എന്റെ ടാസ് ബെഡ്സ് ഒക്കെ പോയടാ. ഇതിലെന്തിന്റെ മധുരം ഗൈസ്? അവനെന്തോ അസുഖമുണ്ട് ഗൈസ്, മധുര സാധനമൊക്കെ മധുരമുള്ളതായിട്ട് തോന്നുന്നു. അവിടെ ഷേക്ക് ഏതൊക്കെ ഉണ്ട്? വീണ്ടും ഡയറ്റ് ഉള്ളവള് മധുരം കൂട്ടിയിടാനാണ്. അമ്മ പറഞ്ഞു ഇതാ ഒരു ലേസ് വാങ്ങി കഴിക്കാൻ. ആര് വാങ്ങിച്ചിരിക്കേ? അമ്മ പറഞ്ഞു പോംഗ്രനേറ്റ് വാങ്ങി അരച്ച് കുടിക്കാൻ, മധുരം ഇട്ട്. എന്നിട്ട് എന്ത് ചെയ്യേ? കുടിക്കണം. കുടിക്കാനല്ല, വേറെ കഴിക്കാൻ പറ്റൂലല്ലോ. അമ്മ പറഞ്ഞു ലേസൊക്കെ തിന്ന് വലിയ കുട്ടിയാവാൻ. പൊല നിറയണോ? ആ പട്ടിക്ക് കിട്ടാനുള്ള കുക്കിയുണ്ട്. രാവിലെ തലയില് വാഴക്കൂമ്പ് വീണ് വീടിന്റെ നാലുവശത്തിന് വാഴാട്ട് അങ്ങനെയൊക്കെ തന്നെ. ഇവന്റെ കൂടിന് തൊട്ടടുത്തൊരു വാഴയുണ്ട്, അതിലത് അച്ഛൻ വെട്ടിയത് കൂമ്പ് ഒന്ന് മണ്ട വീണ് ഭയങ്കര വിളി. ഞാൻ ഈ വിളി കേട്ട എണീറ്റത്. ഭയങ്കര വിളിയായിരുന്നു. ഞാൻ ചെന്നപ്പോ ഇങ്ങനെ നിക്കണം. എങ്ങനെ നിക്കണം? എങ്ങനെ ഇങ്ങനെ പാവം പോലെ ഇങ്ങനെ നിക്കണം. ഗൈസ്, ചരക്ക് എത്തിയിട്ടുണ്ട്. ദിസ് ഈസ് ശരത്. ഞാൻ വിചാരിച്ചു നമ്മളെ കൂട്ടത്തിൽ കിളി എന്ന വിളിപ്പേരുണ്ട്. അതെന്താ? ഇത് കണ്ണിൽ കർപ്പൂരല്ല, കാലി തായേ കർപ്പൂര. ഗൈസ്, ഇന്ന് നമുക്ക് വേണ്ടി ഒരു പുതിയ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. പുതിയ ഐറ്റംസ് ആണ്. നഗറ്റ്സ് ഉണ്ട്, ഫിംഗർ ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, മോമോസ് ഉണ്ട്. ഇനിയിപ്പോ നാളെ തൊട്ട് ഇതാണല്ലെങ്കിൽ ഫുള്ള് നമ്മള് അതെ പിന്നെ കടയിലെ പേര് ഞാൻ പുറത്തിറങ്ങിട്ട് കാണിച്ചു. ഉടൻ തന്നെ കിളിയുടെ ചെലവും ഉണ്ടായിരിക്കും. അതെ, BA പാസ്സായ എന്റെ ചെലവ് അതും വ്ലോഗിൽ കാണും. ഗൈസ്, ഈ ആഹാരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വരേണ്ട സ്ഥലം
ഗൈസ് AR കഫേ വിഴിഞ്ഞം ബീച്ചിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഗൈസ്. ഹാർബർ ഐസ് ബേയുടെ തൊട്ട് ചേർന്നിരിപ്പുണ്ട് ഗൈസ്. AR കഫേ. ഷിപ്പ് ഗൈസ്, നോക്കൂ ഗൈസ്, ഷിപ്പ് ഗൈസ്, കണ്ടോ ഗൈസ്, ഷിപ്പ് പോകുന്നുണ്ട് ഗൈസ്, ഷിപ്പ് പോകുന്നുണ്ട്. ബൈ ബൈ. ഗൈസ്, രാവിലെ കുക്കിയുടെ തലയിൽ ഈ വാഴയില കൂമ്പ് വീണു. ഇവന്റെ വിളി കേട്ടാണ് ഞാൻ രാവിലെ ഉണർന്നേ. തലേ വീണ കുക്കീസേ, കുക്കിയുടെ തലയിൽ രാവിലെ എന്താ വീണേ? പുകഞ്ഞിന്റെ തലയിൽ എന്താ വീണേ രാവിലെ? ചക്കരെ തലയിൽ എന്താ വീണേ ചക്കരെ? ഓ ഓ ഓ ഓ കൊഞ്ചണോ ചക്കരെ? തലയിൽ എന്ത് വീണ പോന്നിന്റെ? എന്റെ വീഡിയോ നോക്കിയേ, നിന്നെ കാണാൻ പറ്റുള്ളല്ലോ. അയ്യോ തണുപ്പിക്കണ എന്താ? ഹലോ, ഹായ്, ഞാനൊരു യൂട്യൂബറാണേ. എനിക്കിവിടെ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ചാനല് പറ. സായു ശ്രീമി അടിച്ചതാ പറ്റി ഫസ്റ്റ് തന്നെ കിടക്കും. സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്യാം ഗൈസ്. ഇതെന്റെ സ്റ്റുഡൻസ് ആണ്, ഡാൻസ് പഠിക്കാൻ വന്നതാണ്. രാത്രി ആയതുകൊണ്ട് കുറച്ച് പേടിയുണ്ട്, ഭയങ്കര ഇരുട്ട്. രാത്രി പിന്നെ ഇരുട്ടല്ലാതെ അവിടെ കാട് പോയി ഇരിക്കണം. മാത്രമല്ല കറുത്ത കളർ പൂച്ചയൊക്കെ വന്നിട്ട് പേടിപ്പിക്കാണ്. നല്ല സ്ഥലം തന്നെ, ഡേഞ്ചറാണ് ഈ സ്ഥലം. ചുമതികളോ കേട്ടിട്ടുണ്ട്, അതേപോലത്തെ കുറച്ച് ഡേഞ്ചർ സ്ഥലമാണ് ഇത്. പ്രേതമൊക്കെ വന്ന് പിടിക്കും. കഴുത്തല്ലേ? 2 ദിവസമായി അടത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. ഗൈസ്, ഞാൻ ഉറങ്ങാൻ പോണു.